നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പ് അടുത്തു വരുന്നു. ഇനി 9 ദിവസം മാത്രമേ ഉള്ളൂ. ലോക കപ്പ് ഫുട്ബോളിലെ ഏറ്റവും വലിയ വേദിയായ ലോകകപ്പിന് അരങ്ങൊരുങ്ങുകയാണ്. അമേരിക്ക, മെക്സിക്കോ, കാനഡ ഈ 3 രാജ്യങ്ങളിൽ വെച്ചിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഇനി ഇപ്പോൾ പ്രവചനങ്ങൾ വന്നു തുടങ്ങുകയാണ്. ആരായിരിക്കും ചാമ്പ്യന്മാരാവുക, ആർക്കൊക്കെയാണ് സാധ്യത എന്ന നിലയിൽ. അപ്പോൾ അങ്ങനെ ഫുട്ബോളിലെ വളരെ ക്രെഡിബിളായ ഒരു ഡാറ്റ അനലിസിസ് ടീമായ ഒപ്റ്റ അനലിസ്റ്റ് ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട്. അവരുടെ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രവചനം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അവരുടെ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെയിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ലോകകപ്പ് നേടാൻ. അതിന് സ്പെയിനിനുള്ള സാധ്യത 16.1 പറയുന്നത്. പിന്നീട് വരുന്നത് രണ്ടാമത് വരുന്നത് ഫ്രാൻസാണ്. ഫ്രാൻസിന് സാധ്യത 13%. ഒപ്റ്റയുടെ സൂപ്പർ കമ്പ്യൂട്ടർ വഴിയാണ് ഇത് ചെയ്യുന്നത്. സൂപ്പർ കമ്പ്യൂട്ടർ സിമുലേഷൻസ് വഴിയാണ് ഇത് ചെയ്യുന്നത്. സൂപ്പർ കമ്പ്യൂട്ടറാണ് ഈ പ്രഡിക്ഷൻസ് നടത്തിയിരിക്കുന്നത്. ഫ്രാൻസാണ് രണ്ടാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയായിട്ട് വരുന്നത്. പിന്നീട് മൂന്നാം സ്ഥാനത്ത് വരുന്നത് ഫ്രാൻസിന് 13% സാധ്യതയാണ് ഉള്ളത്. മൂന്നാം സ്ഥാനത്ത് വരുന്നത് ഇംഗ്ലണ്ടാണ്, 11.2. ഇംഗ്ലണ്ടിന് 11.2 സാധ്യതയാണ് പറയുന്നത്. നാലാമത് വരുന്നതാണ് നിലവിലെ ചാമ്പ്യൻ അർജൻറ്റീനയ്ക്ക് 10.4% സാധ്യതയാണ് ഒപ്റ്റ സൂപ്പർ കമ്പ്യൂട്ടർ പ്രവചിക്കുന്നത്. അപ്പോൾ ഇനി 5ാം സ്ഥാനത്ത് വരുന്നത് പോർച്ചുഗലാണ്. പോർച്ചുഗൽ ഇതുവരെ ലോകകപ്പ് നേടിയിട്ടില്ല. അപ്പോൾ ലോകകപ്പ് നേടാത്ത ഒരു ടീം പോർച്ചുഗൽ. അതിന് 7% സാധ്യതയോടുകൂടി 5ാം സ്ഥാനത്ത് വരുന്നു എന്നുള്ളതാണ്. 5ാം സ്ഥാനത്ത്. പിന്നീട് 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലാണ് 6ാം സ്ഥാനത്ത്. ബ്രസീലിന് 6.6% സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ഒപ്റ്റ സൂപ്പർ കമ്പ്യൂട്ടർ ബ്രസീലിന് കൽപ്പിക്കുന്ന സാധ്യത എന്ന് പറയുന്നത് 6.6%. പിന്നീട് അതിന് തൊട്ട് പിറകെ ഉള്ളത് ജർമ്മനിയാണ്. 7ാം സ്ഥാനത്ത്. ജർമ്മനിക്ക് 5.1% സാധ്യതയാണ് ലോകകപ്പ് നേടാൻ, ഇത്തവണ ലോകകപ്പ് നേടാനുള്ള സാധ്യതയായിട്ട് പറയുന്നത്. പിന്നീടുള്ളത് 8ാം സ്ഥാനത്തുള്ളത് നെതർലൻഡ്സ് അഥവാ ഹോളണ്ട്. നെതർലൻഡ്സിന് 3.6% സാധ്യതയാണ് 8ാം സ്ഥാനത്ത്. ഇനി 9ാം സ്ഥാനത്ത് വരുന്നത് നോർവേ ആണ്. നോർവേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ടീമാണ് ഇതിൽ വരുന്നത്. 3.5% സാധ്യതയുമായി നോർവേയും പ്രവചിക്കുന്നു. ഒപ്റ്റ സൂപ്പർ കമ്പ്യൂട്ടർ പ്രവചിക്കുന്നത് നോർവേ 9ാം സ്ഥാനത്തുണ്ട് 3.5%. പിന്നെ 10ാം സ്ഥാനത്ത് ബെൽജിയം 2.4%. 2.4% ബെൽജിയമാണ് 10ാം സ്ഥാനത്ത്. ആദ്യത്തെ 10 സ്ഥാനക്കാരെ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. പിന്നെയും ഉണ്ട്, പക്ഷെ നമ്മൾ 10 സ്ഥാനത്തെ ആളുകളെയാണ് പറയുന്നത്. ഇതിൽ ഇതുവരെ ഒരിക്കലും ലോകകപ്പ് നേടാത്ത ഒരു ടീം ലോകകപ്പ് നേടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 35% ഒപ്റ്റ പറയുന്നത്. അതായത് പോർച്ചുഗലിനെ പോലെയും ബെൽജിയത്തിനെ പോലെയും നോർവേ പോലെ ഇതുവരെ ലോകകപ്പ് നേടാത്ത ടീമിനുള്ള സാധ്യത എന്ന് പറയുന്നത് 35%. എന്തായാലും ആദ്യത്തെ 10 ആളുകളെ പ്രധാനമായിട്ടും സ്പെയിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. പിന്നീട് പറയുന്നത് ഫ്രാൻസാണ്. 3ാം സ്ഥാനത്ത് ഇംഗ്ലണ്ടാണ്. 4ാം സ്ഥാനത്ത് അർജൻറ്റീനയാണ്. 5ാം സ്ഥാനത്ത് വരുന്നത് പോർച്ചുഗലാണ്. 6ാം സ്ഥാനത്ത് വരുന്നത് ബ്രസീലാണ്. 7ാം സ്ഥാനത്ത് വരുന്നത് ജർമ്മനിയാണ്. 8ാം സ്ഥാനത്ത് നെതർലൻഡ്സ് വരുന്നു. 9ാം സ്ഥാനത്ത് നോർവേ വരുന്നു. 10ാം സ്ഥാനത്ത് ബെൽജിയം വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഘടന എങ്ങനെയാണ്? 1 സ്പെയിൻ, 2 ഫ്രാൻസ്, 3 ഇംഗ്ലണ്ട്, 4 അർജൻറ്റീന, 5 പോർച്ചുഗൽ, 6 ബ്രസീൽ, 7 ജർമ്മനി, 8 നെതർലൻഡ്സ്, 9 നോർവേ, 10 ബെൽജിയം. ഇങ്ങനെയാണ് ആദ്യ 10 സ്ഥാനക്കാർ. നമുക്ക് കാത്തിരുന്ന് കാണാം ഒപ്റ്റ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പ്രവചനങ്ങൾ സത്യമാകുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.